എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. അഖാൽ മേ സാരസ് എന്നുള്ള കവിതയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ആ കവിതയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട കവിത ആയതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ അത്തരം പോസ്റ്ററുകൾക്ക് നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീണ്ടും അത്തരം പോസ്റ്ററുകളൊക്കെ ചെയ്ത് ആ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിലാക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മളിന്ന് അതിൻ്റെ ബാക്കിയുള്ള ചില ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു പാഠത്തിൻ്റെ ചെറിയൊരു ഭാഗം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അകാൽ മേ സാരസ് എന്നുള്ള ഈ കവിതയിലെ പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സാർസോനെ ജൽബർ കട്ടോരക്ക് ക്യോം നെ ദേക്കാ ഹോഗാ. എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? സാരസ പക്ഷികൾ എന്തുകൊണ്ടാണ് ഈ വെള്ളം നിറച്ച ഈ പാത്രം കാണാതിരുന്നത്? അല്ലേ, ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ മുറ്റത്ത് വെള്ളം നിറച്ച് ജൽബര കട്ടോര എന്ന് പറയുന്നുണ്ടല്ലോ കവിതയിൽ, വെള്ളം നിറച്ചൊരു പാത്രം കൊണ്ടുപോയിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സാരസ പക്ഷികൾ കാണാതിരുന്നത്? അത് നിങ്ങൾ ഊഹിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സാർസോനെ ജാത്തെ ജാത്തെ ഷഹർ കി ഓർ ക്യോ മുടിക്കർ ദേക്കാ ഹോഗാ. സാരസ പക്ഷികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാനുണ്ടായ കാരണം? പട്ടണത്തിലേക്ക് അവർ ഇങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ള ആൻസർ ഒരു 3 സെന്റൻസ് ആക്കിയിട്ടെങ്കിലും ആൻസർ എഴുതണം. കാരണം 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇത് രണ്ടും. അതിനനുസരിച്ചിട്ടാണ് ആൻസർ എഴുതേണ്ടത്. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. പിന്നെ ഈ പാഠഭാഗത്തിൽ നമ്മൾ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ പറയുന്നത് പ്രകൃതി ഏതെല്ലാം രീതിയിൽ നശിച്ചു പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു 5 സെന്റൻസ് നമ്മൾ എഴുതണം. നിങ്ങൾ കാണുന്ന ഈ പ്രകൃതി ഏതൊക്കെ രീതിയിലാണ് നശിച്ചു പോകുന്നത് എന്ന് 5 സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇത് 3ആണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൂടാതെ ഈ പാഠത്തിൻ്റെ ഓരോ കവിതയുടെ ഭാഗങ്ങളുടെ ആശയം എഴുതാനുണ്ട്. അത് നമുക്ക് വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെ ടീച്ചർ പറഞ്ഞുതരും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ഈ യൂണിറ്റിലെ തന്നെ മറ്റൊരു പാഠമായിട്ടുള്ള സൻസാർ പുസ്തക് എന്നുള്ളൊരു ചാപ്റ്ററാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അതായത് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിര പ്രിയദർശിനിക്ക് എഴുതിയിട്ടുള്ള ഒരു കത്താണ് ഈ സൻസാർ പുസ്തക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാഠഭാഗം. ഇവിടെ ഈ പാഠഭാഗത്തിൽ അവർ അച്ഛനും മകളും തമ്മിലുള്ള ഒരു ആത്മബന്ധവും അച്ഛൻ മകളെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതൊക്കെ ഈ കത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇവിടെ ജവഹർലാൽ നെഹ്റു ആണ് കത്ത് എഴുതിയിട്ടുള്ളത്. മകളായ ഇന്ദിര പ്രിയദർശിനിക്കാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രേംചന്ദ് എന്ന് പറഞ്ഞ ഹിന്ദി സാഹിത്യത്തിലെ കവിയാണ്. നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഏറ്റവും മുകളിൽ ബാത്ത് ബഡി ഹെ പുരാനി തീ പ്രകൃതി കി ബി കഹാനി ആജ് ആപ്കോ ബി സുനാനി. കുറേ പഴക്കമുള്ള പ്രകൃതിയുടെ കഥ നമുക്കും ഒന്ന് കേൾക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രകൃതിക്ക് കഹാനിക്കായ എന്താണ് പ്രകൃതിയുടെ കഥ? നോക്കൂ, സൻസാർ പുസ്തക്. जब तुम मेरे साथ रहती है तो अक्सर मुझसे बहुत सी बातें पूछा करती हो और मैं उनका जवाब देने की कोशिश करता हूँ. ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിര പ്രിയദർശിനിയോട് കത്തിൽ പറയാണ്, ജബ് തും മേരെ സാത്ത് രഹത്തി ഹെ തോ, നീ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ അക്സർ മുജ്സെ ബഹുത് സി ബാത്തെ പൂച്ച കർത്തി ഹോ, നീ എന്നോട് സ്ഥിരമായിട്ട് പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. അവർ മേ ഉൻക ജവാബ് ദേനക്ക് കോശിഷ് കർത്താവ്, ഞാൻ നീ ചോദിച്ചതിനൊക്കെ മറുപടിയും പറഞ്ഞു തന്നിരുന്നു. ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി, നീ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞു തന്നിരുന്നു. ലേക്കിൻ അബ് ജബ് തും മസൂരി മേ ഹോ ഔർ മേം ഇലാഹാബാദ് മേ, ഇപ്പം നീ മസൂരിയിലും ഞാൻ ഇലാഹാബാദിലുമായതുകൊണ്ട് ഹം ദോനോ ഉസ് തര ബാത്ചീത് നഹീ കർ സക്തേ, നമുക്ക് പഴയ പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, അല്ലേ? രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ട് പഴയ പോലെ സംശയങ്ങളും അതിനുള്ള മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല.
इसलिए मैंने इरादा किया कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में छोटी छोटी കഥായി ലിഖാ കരും. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്താണ്? ഈ കബി കബി തുമേ ഇസ് ദുനിയാക്കി, ചിലപ്പോഴൊക്കെ ഈ ലോകത്തെക്കുറിച്ചും അവർ ചോട്ടെ ബഡെ ദേശം കി, ചെറുതും വലുതുമായ രാജ്യങ്ങളെക്കുറിച്ചും, ജോ ഇസ് ദുനിയാമേ, ഈ ലോകത്തുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങളെക്കുറിച്ചും ചോട്ടി ചോട്ടി കഥായി ലിഖാ കരും, ചെറിയ ചെറിയ കഥകളായിട്ട് ഞാൻ നിനക്ക് അയച്ചു തരാം എന്നൊക്കെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ നിനക്ക് ഈ ലോകത്തെക്കുറിച്ചിട്ടും അതിലെ ചെറിയ ചെറിയ രാജ്യങ്ങളെക്കുറിച്ചും വലിയ രാജ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഥകൾ എഴുതാം. എന്നിട്ട് പറയും, നോക്കൂ, തുമ്നെ ഹിന്ദുസ്ഥാൻ और इंग्लैंड का कुछ हाल इतिहास में पढ़ा. നീ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയെ കുറിച്ചിട്ടും ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ടും ചരിത്രത്തിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, ചരിത്രത്തിൽ കുറച്ചൊക്കെ നീ വായിച്ചിട്ടുണ്ടാവും. ലേക്കിൻ ഇംഗ്ലണ്ട് കേവലേക്ക് ചോട്ടാ സ ടാപ്പ്, ഇംഗ്ലണ്ട് കേവലേക്ക് ചോട്ടാ സ ടാപ്പ്, ചെറിയൊരു ദ്വീപാണ്. അവർ ഹിന്ദുസ്ഥാൻ, എന്നാൽ ഇന്ത്യ ആണെങ്കിലോ ചെറിയൊരു പ്രദേശമെന്ന് പറയും ഇംഗ്ലണ്ട്. ഇന്ത്യ ആണെങ്കിലോ ജോ ഏക് ബഹുത്ത് ബഡാ ദേശ്, എന്നാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ബഹുത്ത് ബഡാ ദേശ്, ഒരു വലിയ രാജ്യം. ഫിർ ഭി ദുനിയാ കാ ഏക് ഛോട്ടാ സൈസ, എന്നാൽ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ ആ ലോകത്തിലെ ചെറിയൊരു പാർട്ട് മാത്രമാണ്, ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ത്യ, അല്ലേ? ഇന്ത്യ വലിയ രാജ്യം എന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ അതിലൊരു ഭാഗം മാത്രമാണ് ഇന്ത്യ. അഗർ തുമേ ഇസ് ദുനിയാ കാ കുച്ച് ഹാൽ ജാനേ കാ ശൗഖ്, നിനക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തോ തുമേ സബ് ദേശോ കോ और उन सब जातियों को जो इसमें बसी हुई, അങ്ങനെയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളെ കുറിച്ചിട്ടും അതിൽ താമസിക്കുന്ന എല്ലാ ജാതിക്കാരെ കുറിച്ചിട്ടും ധ്യാൻ രഖ്നാ പടേഗ, തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കണം. ഓരോ രാജ്യത്തെ കുറിച്ചിട്ടും അവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ടും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. കേവൽ ഉസ് ഏക് ചോटे से देश का नहीं जिसमें तुम पैदा हुई हो, നീ ജനിച്ച രാജ്യത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ച് മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ടും അവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ കത്തിലൂടെ തൻ്റെ മകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം ഇവിടെ അച്ഛനും മകളും തമ്മിലുള്ള വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മകൾ ഒരുപാട് സംശയങ്ങൾ അച്ഛനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ വിട്ടു നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഈ ലോകത്തെക്കുറിച്ചിട്ടും പ്രകൃതിയെക്കുറിച്ചിട്ടും മകൾക്ക് ചെറിയ ചെറിയ കത്തുകളായിട്ട് എഴുതാൻ ഒരു തയ്യാറാണ്. ഓക്കെ, ഇനി ചെറിയൊരു പാരഗ്രാഫ് കൂടി നോക്കാം. मुझे मालूम है कि इन छोटे छोटे कत्तों में मैं बहुत थोड़ी सी बातें ही बतला सकता हूँ. എനിക്കറിയാം, मुझे मालूम, എനിക്കറിയാം, ഈ ചെറിയ ചെറിയ കത്തുകൾ കൊണ്ട് എനിക്ക് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? കത്തുകളിലൂടെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിന്നോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലേക്കിൻ മുझे ആശയ്ക്ക്, എന്നാൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം ഇതാകുന്നു, ഇൻ തോടി സി ബാത്തോം കോ ബി തും ഷൗക്ക് സെ പഠോഗി ഔർ സമझेगी, ഞാൻ എഴുതുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നീ വളരെ താല്പര്യത്തോടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ദുനിയ ഏക് ഹേ, ലോകം ഒന്നാണ്, ലോകം ഒന്നാവുകയും और दूसरे लोग इसमें बसी हुई, दूसरे लोग इसमें आबाद हमारे भाई बहन, ലോകം ഒന്നാണെന്നും മറ്റുള്ള ഈ ലോകത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ഹമാരെ ഭായി ബഹൻ, നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ത്യ മാത്രമല്ല, മറ്റുള്ള എല്ലാ രാജ്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് നമ്മൾ മനസ്സിലാക്കണം. जब तुम बड़ी हो जाओगी तो तुम दुनिया और आपके आत्मियों उसके आत्मियों का हाल मोटी मोटी किताबों में पढ़ेंगे. നീ വലുതാവുന്ന സമയത്ത് തും ബഡി ഹോ ജാओगी तो, നീ വലുതാവുന്ന സമയത്ത് ദുനിയ और उसके आत्मियों का हाल मोटी मोटी किताबों में पढ़ेंगे, ഈ ലോകത്തെയും അതിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നീ വലിയ വലിയ പുസ്തകങ്ങളിലൊക്കെ വായിച്ച് പഠിക്കും, വായിച്ച് മനസ്സിലാക്കും. उसमें तुम जितना आनंद मिलेगा उतना किसी कहानी या उपन्यास में भी न मिला होगा. എന്നിട്ട് പറയും, നോക്കൂ, ആ ലോകത്തെക്കുറിച്ച് പഠിക്കുന്നതും പ്രകൃതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരിക്കലും കിസി കഹാനിയ ഉപന്യാസമേ ഭിന്ന മിലാകെ, ഒരു കഥ വായിച്ചാലോ ഒരു ഉപന്യാസം വായിച്ചാലോ നിനക്ക് കിട്ടൂല. അപ്പൊ യഥാർത്ഥ ലോകത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. വളരെ കുറച്ചൊരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിര പ്രിയദർശിനിക്ക് എഴുതിയ കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ വളരെ നല്ല രീതിയിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, അതിൻ്റെ ആൻസർ എഴുതുക, എന്നിട്ട് ആ 3 ക്വസ്റ്റ്യനും എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം.
ഇതിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, എഴുതുന്ന നിങ്ങൾ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ ടച്ച് ഉണ്ടാവുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ വീണ്ടും വീഡിയോ കാണണം. പിന്നെ അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന സാധനം. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സപ്പിലൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ.